നമസ്കാരം. അയ്യപ്പന്റെ രക്ഷിതാവും കൊള്ളസംഘത്തിലോ? കണ്ഠര് രാജീവരിൽ നിന്ന് ആരിലേക്ക്? ശബരിമല കൊള്ളക്കേസ് നിർണായക ഘട്ടത്തിലോ? ശബരിമല കൊള്ളയിൽ തന്ത്രിയുടെ പങ്കെന്ത്? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ വിനു വിജോൺ നയിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ച. വിനു വിജോണും തന്ത്രി കുടുംബാംഗമായ രാഹുൽ ഈശ്വറും തമ്മിൽ നടന്നത് അതിശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിലെ ക്രിമിനൽ കുറ്റങ്ങളെ രാഹുൽ ഈശ്വർ ആചാരലംഘനത്തിന്റെ കവചമിട്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് വിനു വിജോണിനെ പ്രകോപിപ്പിച്ചത്. തന്ത്രിയുടെ അറസ്റ്റ് ആചാരലംഘനത്തിന്റെ പേരിലല്ലേ എന്ന ചോദ്യമാണ് രാഹുൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും ആചാരപരമായ ചില വീഴ്ചകളെ പർവ്വതീകരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തെറ്റായ കീഴ്വഴക്കമാണെന്നും രാഹുൽ വാദിച്ചു. സ്വർണ്ണ കട്ടിളപ്പാളികൾ കടത്തിക്കൊണ്ടുപോയത് മോഷണം അല്ലെങ്കിൽ പിന്നെന്താണെന്ന് വിനു ചോദിച്ചു. താന്ത്രിക വിധി പ്രകാരമല്ല ഇത് നടന്നതെന്ന് തന്ത്രിക്ക് അറിയാമായിരുന്നു. മൗനം പാലിച്ചതിലൂടെ അദ്ദേഹം ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നത് വിസ്മരിക്കാൻ കഴിയില്ലെന്നും വിനു തുറന്നടിച്ചു. ആ ചർച്ചയിലെ പ്രസക്തമായ ഭാഗം ഇങ്ങനെയായിരുന്നു: തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ മാൻഡേറ്റ് ഉള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിലൂടെ വലിയ ജഗപൊകയുണ്ടാക്കി ശ്രദ്ധ തിരിച്ച് തന്ത്രിയും ഇതിന് പിന്നിലുണ്ടെന്ന് വരുത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണെന്ന് വായിക്കുന്ന ആർക്കും മനസ്സിലാകില്ലേ? ശ്രീ വിനു ഹൃദയത്തിൽ കൈവച്ച് പറയൂ. 1 മണിക്കൂർ മുമ്പ് വിനു കരുതിയിരുന്നോ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തന്ത്രിക്കെതിരെ എന്തെങ്കിലുമെന്ന് രാഹുൽ ഈശ്വർ ചോദിച്ചു. വിനു ഇടപെട്ടുകൊണ്ട്, ഞാൻ ഹൃദയത്തിൽ കൈവച്ച് പറയുന്നു, ഇതെനിക്ക് അറിയാമായിരുന്നു. ഒരു നിമിഷം കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ ശ്രീ രാഹുൽ. ഞാൻ ഹൃദയത്തിൽ കൈവച്ച് പറയുന്നത് എനിക്കിത് അറിയാമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു, കോടതിയിൽ ഒരു കേസിൽ SIT കൊടുത്ത റിപ്പോർട്ട്, അതായത് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊടുത്ത റിപ്പോർട്ടിൽ തന്ത്രിക്ക് പങ്കില്ലെന്ന് പറയുന്നുവെന്ന്. അന്ന് ഞാൻ താങ്കളോട് പറഞ്ഞു, ഇതൊരു കേസാണ്, വേറെ കേസ് വരുന്നുവെന്ന്. അത് ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ കേസായിരുന്നു. അത് ക്രൈം നമ്പർ 3700 ആയിരുന്നു. ഇത് 3701 കട്ടിളപ്പാളി ഇളക്കിയ കേസാണ്. അന്ന് ഞാൻ പറഞ്ഞു, ഇത് വേറെ കേസാണ്, കേസ് വരുന്നു. സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്നത് കണ്ടിട്ടും പൂജാരിയായ തന്ത്രി എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന SITയുടെ ചോദ്യം വിനു വിജോൺ ചർച്ചയിൽ ഉന്നയിച്ചു. തന്ത്രിക്ക് മൗനാനുവാദം ഉണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുമ്പോൾ അതിനെ രാഹുൽ ഈശ്വർ പ്രതിരോധിച്ചത് തന്ത്രിയെ ബലിയാടാക്കുന്നു എന്ന വാദമുയർത്തിയാണ്. മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ മൊഴി നൽകിയ ദൈവതുല്യനായ വ്യക്തി തന്ത്രിയാണെന്ന് വ്യക്തമായത് ചർച്ചയിൽ വലിയ ചർച്ചയായി. പാരമ്പര്യത്തെയും വിശ്വാസത്തെയും മുൻനിർത്തി കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് വിനു വിജോൺ ആവർത്തിച്ചു പറഞ്ഞു. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് വഴി ഹിന്ദു സമൂഹത്തെയും താഴ്വൻ കുടുംബത്തെയും അപമാനിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് രാഹുൽ വാദിച്ചു. എന്നാൽ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം നടപടിയെടുത്തതെന്ന് വിനു വിജോൺ മറുപടി നൽകി. ശ്രീജിത്ത് പണിക്കർ, മുൻ SP സുഭാഷ് ബാബു, ജോസഫ് C. മാത്യു എന്നിവരായിരുന്നു മറ്റു പാനൽ അംഗങ്ങൾ.